ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് 1 കിലോ ചിക്കനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി 2 വലിയ സവാള ഞാനിവിടെ കട്ട് ചെയ്തെടുത്ത് ചെറുതായി മുറിച്ചെടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി കൂടി ചെറുതായി മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് വേണ്ടത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ 1/2 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഭാഗം വിട്ടുപോയതാണ്. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ 1 ടീസ്പൂൺ മുളക് അരച്ച പേസ്റ്റ് ഉണ്ട്, അത് നല്ല എരിവുള്ളതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ കറി നല്ല സ്പൈസിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മുളക് അരച്ചത് ചേർത്ത് ഒഴിവാക്കിയാൽ മതി. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ മീറ്റ് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതില്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കണം, അല്ലെങ്കിൽ തിരുമ്മിയെടുക്കണം, എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് നമ്മൾ വഴറ്റിയെടുക്കുന്നോ താളിച്ചെടുക്കുന്നോ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണ ചേർത്തൊന്ന് കുഴച്ചാൽ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച ചിക്കനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ചിക്കൻ എടുക്കുകയാണെങ്കിൽ കൂടുതൽ മസാലയും കൂടെ ചേർത്ത് കൊടുത്തോളാം കേട്ടോ. അപ്പോൾ ഇതും നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. ഈ ചിക്കൻ ഇതുപോലെ കുഴച്ചെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാനൊരു വലിയ പൊട്ടാറ്റോ ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊട്ടാറ്റോ ഒന്ന് ഉടച്ചെടുക്കുമ്പോൾ ഈ കറി നല്ല തിക്കായിരിക്കും, അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ തണുത്ത വെള്ളം തന്നെ കേട്ടോ ഒഴിക്കുന്നത്. നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റൗ കത്തിച്ചിട്ടൊന്നുമില്ല. ഇപ്പം ഞാൻ കത്തിച്ച് കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സാധാരണ വെള്ളം ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നമുക്ക് ചെറിയ തീയിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ വെള്ളം നല്ല കുറവാണ് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടി ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുക്ക് ചെയ്യുന്ന സമയത്ത് വെള്ളം പോരാന്ന് തോന്നിയാൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ തണുത്ത വെള്ളം ചേർക്കാൻ പാടില്ല. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് വീണ്ടും ഞാൻ അടച്ച് വെച്ച് വേവിക്കാൻ പോവാണ്. അപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്, നല്ല തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ തിളയ്ക്കുന്ന ആ കറിയുടെ മസാലയും എല്ലാം കൂടെ ഉള്ള സ്മെല്ലും ഈ വെളിച്ചെണ്ണയുടെ സ്മെല്ലും ഒക്കെ കൂടെ നല്ല കൊതി പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയ സമയത്ത്. അപ്പോൾ നമുക്കിതിലുള്ള പൊട്ടാറ്റോ എടുത്തിട്ട് ഒരു 2-3 പീസൊന്ന് ഉടച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ഉടച്ച് കൊടുക്കുമ്പോൾ ഈ കറി നല്ല തിക്കായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ചോറിലൊക്കെ കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് പൊതുവേ ഇഷ്ടം ഇങ്ങനെ തിക്കായിട്ടുള്ള കറികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പൊട്ടാറ്റോ ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര തിക്കായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ പൊട്ടാറ്റോ ഉടയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 2 സെക്കൻഡ് കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, കറിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല തിളച്ച് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ചൂടോടുകൂടി നമുക്ക് ചപ്പാത്തിയുടെ, ചോറിൻ്റെ, അപ്പത്തിൻ്റെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് ബാച്ചിലേഴ്സിനും അതുപോലെ കുക്കിംഗ് അറിയാത്തവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ആയിരിക്കും, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കൂടെ എന്നോട് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൺ.